ഓക്കെ. അപ്പൊ സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ ചുറ്റി അടിച്ചിട്ട് വാ. ശരി, ചേട്ടൻ വന്നു, ഞാൻ ഫോൺ വെക്കുവാണേ. എന്താ പത്മേ, ആരോടാ സംസാരിച്ചേ? എന്റെ ഏട്ടാ, എന്തൊരു ഒടുക്കത്തെ മാറ്റമായിട്ടാ നമ്മുടെ നാട്ടുകാർക്ക്. നാട്ടുകാര് ടൂറിന് പോണത് UK-ലും റഷ്യയിലും ഉഗാണ്ടയിലും ഒക്കെ. നമ്മുടെ മേരി തോമസിനെയാ വിളിച്ചത്. അവൾ അടുത്ത ആഴ്ച യാത്ര പോണെന്ന്, അങ്ങ് മലേഷ്യയിലേക്ക്. പിള്ളേര് പഠിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലും കാനഡയിലും. നമ്മൾ പുളിമൂട് പോകണമെന്ന് പറയും പോലെ ഓരോരുത്തർ സ്കോട്ട്ലാൻഡിൽ പോകണമെന്നും ചെക്കോസ്ലാവാക്യ പോകണമെന്നും ഒക്കെ പറയുന്നത്. ഏട്ടാ, നാട് മൊത്തം വിദേശയാത്ര നടത്തുമ്പോൾ നമ്മളായിട്ട് കുറയ്ക്കാൻ പാടില്ല. ചിട്ടി പിടിച്ചിട്ടായാലും ലോൺ എടുത്തിട്ടായാലും നമുക്കും പോണം വിദേശത്ത്. കാശ് കുറെ പൊട്ടും. പൊട്ടട്ടെ ഏട്ടാ, പൊട്ടട്ടെ. അല്ലെങ്കിൽ ഇതൊക്കെ കേട്ട് നമ്മുടെ നെഞ്ചു പൊട്ടും. നമുക്കും പോണം, അമേരിക്ക തന്നെ പോണം. 10 രാത്രിയും 11 പകലും. ഒന്നോർത്താ നീ പറയുന്നത് നേരാ. ഈ നാട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വിദേശത്ത് പോവാത്തെ. അമേരിക്കൻ യാത്ര നടത്തി എനിക്കൊരു യാത്രാ വിവരണവും എഴുതണം. അമേരിക്ക കണ്ട ഞാൻ. അടിപൊളി. അമേരിക്ക കണ്ട ഞാൻ, അത് അമേരിക്ക കണ്ട ഞങ്ങൾ എന്നാക്കിക്കൂടെ? ശരി, അമേരിക്ക കണ്ട ഞങ്ങൾ. എന്തായാലും കുറച്ച് പൈസ ഒന്ന് മറിക്കാം, ടിക്കറ്റും ബുക്ക് ചെയ്യാം. ബാക്കി കാര്യങ്ങളങ്ങോട്ട് നീങ്ങട്ടെ. ദാ, എന്റെ കഴുത്തിലും കയ്യിലും ആഭരണങ്ങൾ കൊണ്ട് പണയം വെക്കേട്ടാ. ഹലോ കെബി. ആ, ഇതാര് ബഷീർ സാറോ? സാറിപ്പോ ഒന്നും എഴുതാറില്ലേ? ഓ, ഞാൻ എഴുതാറുണ്ട്, പക്ഷെ താൻ കാണാറില്ല. ഇനി താൻ കാണാത്തോണ്ട് കരുതും ഞാൻ എഴുതുന്നില്ലെന്ന്. അതിരിക്കട്ടെ, നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ട്രാവൽസ് വരെ വന്നത് ഒരു ടൂർ പാക്കേജിന്റെ കാര്യം സംസാരിക്കാം. ആ, ബഷീർ സാർ അറിഞ്ഞില്ലല്ലോ, ഞാനും ഭാര്യയും അമേരിക്കയിൽ പോകണം. ഒരു പുസ്തകവും എഴുതുന്നുണ്ട്, അമേരിക്ക കണ്ട ഞങ്ങൾ. അത് കൊള്ളാലോ. നാട്ടുകാരെല്ലാരും അറിഞ്ഞല്ലോ. കാശ് കെട്ടിവെച്ചിരുന്നിട്ട് കാര്യം എന്താ സാറേ? ഇനി 6 മാസം കൂടുമ്പോൾ യാത്ര ചെയ്യാനാ തീരുമാനം. അടുത്ത യാത്ര യൂറോപ്പിൽ. അതിപ്പോഴേ തീരുമാനിച്ചു. യാത്രയൊക്കെ നല്ലതാണ്, വിദേശ രാജ്യങ്ങൾ കാണുന്നത് വളരെ വളരെ നല്ലതാണ്. പക്ഷേ കെ പി, താൻ ഇന്ത്യ കണ്ടിട്ടുണ്ടോ? എന്താന്ന്? ഏടോ, ഇന്ത്യയിലെ വൈവിധ്യം താൻ കണ്ടിട്ടുണ്ടോന്ന്? ഹിമാലയം പോലെ ഇത്രയും വലിയൊരു മഹാമേരു, ഗംഗയും ബ്രഹ്മപുത്രയും പോലുള്ള നദികൾ, അങ്ങ് രാജസ്ഥാനിലെ താർ മരുഭൂമി, ആസാം കാടുകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, ചരിത്രം, പോരാട്ട ഭൂമികൾ, ഭക്ഷണ വൈവിധ്യങ്ങൾ, ഇത് വല്ലതും താൻ കണ്ടിട്ടുണ്ടോ? എടോ, അതൊക്കെ ഒന്ന് ആദ്യം കണ്ട് അനുഭവിക്കുക കെ പി, എന്നിട്ട് പോരെ ഈ വിദേശത്തേക്കൊക്കെ. ബഷീർ സാർ പറയുന്നത് ഒരു കാര്യമാണ്, കാശും കുറയും. വീട്ടിൽ ചെന്ന് ഭാര്യയോടൊന്ന് പറയട്ടെ. അല്ല, കാര്യം ശരിയാണ്, പക്ഷേ അമേരിക്കയുടെ ഒരു ഗ്ലാമർ കിട്ടില്ല. ഗ്ലാമർ കിട്ടില്ലെങ്കിലും എന്തോ ബഷീർ സാർ പറഞ്ഞതൊന്നും മനസ്സിൽ. ഇന്ത്യയിൽ തന്നെ കാണാൻ ഒരുപാട് കിടക്കുമല്ലേ. നമുക്കപ്പോൾ ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, അങ്ങനെ ഒന്ന് കറങ്ങാം. ഷെടാ, ഞാൻ 4 കൂളിംഗ് ഗ്ലാസും വാങ്ങിച്ചു, 2 തൊപ്പിയും വാങ്ങിച്ചു. നയാഗ്രയുടെ മുന്നിൽ നിന്ന് എങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് വരെ തീരുമാനിച്ചിരുന്നു. ഇന്ത്യ കണ്ടിട്ട് അമേരിക്കയിൽ പോകാം, കാശിൽ ലാഭമല്ലേ. പുസ്തകവും എഴുതാം, നമ്മൾ കണ്ട ഇന്ത്യ. പത്മേ, നീ ഉറങ്ങിയില്ലേ? അല്ല ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യ കണ്ടിട്ട് അമേരിക്ക പോവാന്ന് വെച്ചല്ലേ നമ്മൾ വടക്കേ ഇന്ത്യയിൽ പോകുന്നേ. പക്ഷേ നമ്മൾ തെക്കേ ഇന്ത്യ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദ്യം തെക്കേ ഇന്ത്യ വേണ്ടേ കാണാൻ? അത് സൂപ്പർ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടു തുടങ്ങുന്നു. തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ, അമേരിക്ക, കാശും ലാഭം. ചേട്ടാ, മണി 3. ചേട്ടൻ ഉറങ്ങിയില്ലേ? അല്ല പത്മേ, തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും അമേരിക്കയും കാണുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ളവരെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടം അല്ലേ പത്മ ആദ്യം കാണേണ്ടത്. പിന്നീടല്ലേ തമിഴ്നാടും ഗുജറാത്തും അമേരിക്കയും. കറക്റ്റ് ചേട്ടാ, കറക്റ്റ്. ഈ കൈത്തോടിന് എന്താ ഒരു ഭംഗി. ഇങ്ങനെ ഒരു കുഞ്ഞരുവി നമ്മുടെ പ്രദേശത്തുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ആ ബഷീർ സാർ പറഞ്ഞത് നേരാ. നമ്മുടെ നാടിൻ്റെയും പ്രദേശത്തിൻ്റെയും ഭംഗി വേണം ആദ്യം കണ്ടറിയാൻ. ഈ കൈത്തോട് കാണാതെ നയാഗ്ര കണ്ടിട്ട് എന്ത് കാര്യം? അത് ശരിയേട്ടാ. പിന്നണിയിൽ സെവിൽ ജിഹാൻ, ദിലീപ് MK, ബിജു കല്ലുവാതുക്കൽ. രചന കൃഷ്ണ പൂജപ്പുര.